ഒരു സ്പിരിച്വാലിറ്റി അല്ല, അത് പ്രാക്ടിക്കൽ സ്പിരിച്വാലിറ്റിയാണ്. ഇപ്പം ഞാൻ ഹിമാലയൻ ട്രഡീഷൻ സ്വാമി രാമയുടെ മെഡിറ്റേഷൻ മാസ്റ്ററുടെ കീഴിലുള്ള ആളാണ്. സ്വാമിജി ഒരിക്കലും കണ്ണടച്ചിരിക്കാനല്ല പറയാം, നമ്മൾ കണ്ണ് തുറന്നിട്ട് വർക്ക് ചെയ്യാനാണ് പറയാം. ദോശ ഉണ്ടാക്കുന്നതും സ്പിരിച്വാലിറ്റിയിലാണ്. ആ സമയത്ത് എനിക്ക് എൻ്റെ അതൊരു ഞാൻ എൻജോയ് ചെയ്യണം. ജീവിതത്തിൽ ഓരോ നിമിഷവും ഞാൻ എൻജോയ് ചെയ്യുമ്പോഴാണ് പ്രാക്ടിക്കൽ സ്പിരിച്വാലിറ്റി ആണ്. കണ്ണടച്ച് സമയം കളയാൻ പറഞ്ഞിട്ടേ ഇല്ല സ്വാമി, കണ്ണ് തുറന്ന് വർക്ക് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് വളരെ വ്യക്തമാണ് സ്വാമി വിവേകാനന്ദ സ്വാമികളുടെ വാക്കുകളിൽ കർമ്മത്തിനാണ് പ്രാധാന്യം, കമ്മ്യൂണിക്കേഷനാണ് പ്രാധാന്യം. നമ്മൾ ഇപ്പോഴും ചൊല്ലുന്ന മന്ത്രം ഉണ്ടല്ലോ, നമ്മൾ യോഗ ചെയ്യുന്ന സമയത്ത് ചൊല്ലുന്ന മന്ത്രം ഏതാ? 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 യോഗ ചെയ്യുന്ന സമയത്ത് എല്ലാവരും ചൊല്ലാനുള്ള മന്ത്രം ഏതാ? ഏതാ? യോഗ ചെയ്യുന്ന ആൾക്കാരുണ്ടാവുമല്ലോ കുറെ ഇതിനകത്ത്. പതഞ്ജലിയെ പ്രകീർത്തിച്ചുകൊണ്ടുള്ള ഒരു ശ്ലോകം ഉണ്ടല്ലോ, ചൊല്ലാൻ പറ്റുമോ ആർക്കെങ്കിലും? യോഗാസന സമയത്ത് ചൊല്ലുന്നൊരു മന്ത്രം. അപ്പൊ യോഗ എന്തിനുള്ളതാ? ചിത്തത്തിനുള്ളതാ. നമ്മൾ ചെയ്യുന്നതൊക്കെ എന്താണ്? ഫിസിക്കൽ ആക്ടിവിറ്റിയാണ്. യോഗ എന്ന് പറഞ്ഞാൽ തന്നെ ഇന്ന് ഫിസിക്കൽ ആക്ടിവിറ്റി, സർക്കസ്, തലകുത്തി നിൽക്കല്, മാജിക്, പിന്നെ അത്തരം പരിപാടികളാണ് യോഗ എന്ന് പറയുന്നത്. പക്ഷെ പതഞ്ജലി പറഞ്ഞിട്ടുള്ളത് യോഗേന ചിത്തസ്യ എന്നാണ്. മനസ്സിന് വേണ്ടിയിട്ടാണ് യോഗ ചെയ്യേണ്ടതെന്ന്. യമ, നിയമ, ആസന, പ്രാണായാമ, പ്രത്യാഹാര, ധാരണ, ധ്യാന, സമാധി. ആ സമാധിയിലാണ് യോഗ എന്നത്. അതിൽ യമ, നിയമ, ആസന, മൂന്നാമത്തെ സ്റ്റെപ്പ് ആസനം മാത്രമേ ഉള്ളൂ. നമ്മൾ നേരെ മൂന്നാമത്തെ സ്റ്റെപ്പിൽ പോയിട്ട് പതഞ്ജലിയുടെ പേരും പറഞ്ഞിട്ട് യോഗാസനമാണ് യോഗ എന്ന് പഠിപ്പിക്കുകയാണ്. നമ്മൾ പഠിക്കാൻ താല്പര്യത്തിന് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് പോകുന്നില്ല. സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് പ്രൊസീജിയർ ഡിഫൈൻ ചെയ്യുമ്പോൾ സയന്റിഫിക് ആയി. നമ്മൾ സയന്റിഫിക് ആയിട്ടുള്ള യോഗയെ നോൺ സയന്റിഫിക് ആയിട്ടുള്ള ആൾക്കാർ കൈകാര്യം ചെയ്തിട്ട് അതിനെ ഡയല്യൂട്ട് ചെയ്ത് കളഞ്ഞു എന്നുള്ളതാണ് നമ്മുടെ ഏറ്റവും വലിയ തെറ്റ്. യോഗേന ചിത്തസ്യ. അടുത്ത വാക്കോ പദേന വാച. നല്ല കമ്മ്യൂണിക്കേഷൻ ഉള്ള ആളാവണം, നെറ്റ്വർക്ക് ഉണ്ടാവണം. ഞാനിപ്പോ പറഞ്ഞതിൽ എല്ലാവരും അന്യോന്യം കോണ്ടാക്ട് ചെയ്യണം. എൻ്റെ ഫോൺ നമ്പർ 9502038875 9502038875. ഡോക്ടർ TPS എന്ന് പറഞ്ഞാൽ യൂട്യൂബിൽ പോയിട്ട് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ എൻ്റെ എല്ലാ വീഡിയോയിലും താഴത്ത് എൻ്റെ നമ്പറും കൊടുത്തിട്ടുണ്ട്. എന്നാലും അതിൻ്റെ താഴത്ത് എഴുതും വാട്ട് ഈസ് യുവർ ഫോൺ നമ്പർ. ആ വീഡിയോയിൽ തന്നെ നമ്പർ ഉണ്ട്, അത് നോക്കില്ല. ഇപ്പൊ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത് എന്താണ്? അത് നോക്കി കണ്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുള്ള കഴിവുണ്ടാവുക. അതിനകത്ത് ഞാൻ മറുപടി എഴുതും, ദിസ് ഈസ് മൈ നമ്പർ വിച്ച് ഈസ് ഓൾറെഡി ദർ ഓൺ വീഡിയോ. എന്നാലും അതും കാണില്ല. പിന്നെ ചോദിക്കുന്നത് എന്തിനാ? ഉത്തരം കാണാൻ പറ്റുന്നില്ലെങ്കിൽ. ഇതാണ് കമ്മ്യൂണിക്കേഷൻ. അപ്പൊ പതഞ്ജലി പറഞ്ഞ എന്താണ്? നമ്മൾ കമ്മ്യൂണിക്കേറ്റീവ് ആവണം. യോഗേന ചിത്തസ്യ പതേന വാച മലം ശരീരസ്യ ച വൈദ്യകേന. നമ്മുടെ ശരീരത്തിനെ പൂർണ്ണമായിട്ടും മലരഹിതമായി ക്ലീൻ ആക്കുന്ന സ്വഭാവമുള്ളവരാണ് പതഞ്ജലിയുടെ ഭക്തന്മാർ. നമ്മുടെ യോഗ പഠിപ്പിക്കുന്ന ആൾക്കാരുടെ കാലിന്റെ നഖം ഒന്ന് നോക്കണം, അത് ക്ലീൻ ആണോ നോക്കണം. അവരുടെ കാലിന്റെ ഉപ്പുറ്റിന്റെ ബാക്കിൽ ഡെഡ് സെൽസ് ഉണ്ടോ നോക്കണം, ക്രാക്ക് ഉണ്ടോ നോക്കണം. ഇത് നോക്കണ്ടേ? ഇതാണ് ജീവിതം. കൃത്യമായിട്ടും ക്ലീൻ ആവാൻ സാധിക്കണം ശരീരം. യോപാകരോത്തം പ്രവരം മുനീനാം പതഞ്ജലിം പ്രാജ്ഞാനദോസ്മി. ഈ പതഞ്ജലിയെ, ഞാൻ ഏറ്റവും പ്രഗത്ഭനായിട്ടുള്ള പതഞ്ജലിയെ ഞാൻ നമിക്കുന്നു എന്നാണ്. അപ്പൊ നമ്മൾ പലപ്പോഴും വേണ്ടത് ക്ലീൻ. നമ്മളിപ്പം എടുത്തു പറയുന്ന നമ്മൾ മാത്രം ക്ലീൻ ആയപ്പോല, എന്റെ പരിതസ്ഥിതി ക്ലീൻ ആവണം. ഇതൊക്കെ കൃത്യമായിട്ട് പതഞ്ജലി പറഞ്ഞിട്ടുണ്ട്. ഇത് പഠിക്കുകയാണ്. ഇത് ഭാരതീയമായിട്ട് സയന്റിഫിക് ആയിട്ട് പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ നോൺ സയന്റിഫിക് ആയതുകൊണ്ടാണ് സ്പിരിച്വാലിറ്റിയും സയൻസും കുറെ ദൂരെ ആയിപ്പോയത്. അത് കൂടെ അടുത്താവുന്ന സമയത്ത് ഇറ്റ് വിൽ ബിക്കം ഗ്രേറ്റ്. സുഭാഷ് ചന്ദ്രബോസ് സർ കുറച്ചു നേരമായി. ഡോക്ടർ TPS നമസ്കാരം. ഞാൻ നല്ല പനിയായിട്ട് റെസ്റ്റിലാണ്, അതുകൊണ്ടാണ് എന്റെ മുഖം കാണിക്കാതിരിക്കുന്നത്. എവിടെയാണോ? ഞാൻ തിരുവനന്തപുരത്താണ്. ഞാൻ വാട്ടർ സോഴ്സ് ഡിപ്പാർട്ട്മെന്റിലെ ഡയറക്ടർ ആയിരുന്നു. ഞാൻ BRS എടുത്തിട്ടുള്ള ആളാണ്. ബേസിക്കലി ഒരു സയന്റിസ്റ്റ് ആണ്. നിരവധി സ്ഥാപനങ്ങളിൽ ജോലി ചെയ്തു. ആത്മീയതയായിട്ടൊന്നും യാതൊരു ബന്ധവുമില്ല. LKGയുടെ ബന്ധം പോലും ഇല്ല. ഞാൻ എൻ്റെ ജോലി
ഭംഗിയായി ചെയ്യുക. വാട്ടർ കൺസർവേഷൻ, വാട്ടർ മാനേജ്മെന്റ് പ്രോഗ്രാംസ് ഒക്കെ വളരെ ഭംഗിയായി ചെയ്യുന്നു. സന്തോഷം. അതിൽ 10-16 പുസ്തകം എഴുതി, കുറെ ലേഖനങ്ങളൊക്കെ എഴുതി, 12,000 ലേഖനം എഴുതി. അതിനകത്ത് രമിക്കുകയാണെന്ന് പറയാം. അങ്ങനെ പറയുന്നതാണ് നല്ലത്. ഒരു പാഷനാണ് എനിക്കത്. സന്തോഷം. പക്ഷെ അതെല്ലാം വിട്ടിട്ട് ഇത് കുറച്ചുകൂടി വിയർസ് ഒക്കെ എടുത്തിട്ട് ഇത് കുറച്ചുകൂടി പഠിക്കാൻ ശ്രമിക്കുന്നു. അപ്പോൾ അങ്ങയുടെ വീഡിയോ കുറെയൊക്കെ ഞാൻ കണ്ടു, കുറെ ഇന്റർവ്യൂസ് ഒക്കെ ഞാൻ കണ്ടു. അപ്പോൾ ഇതിൽ ഇപ്പൊ ഈ പറഞ്ഞ വിഷയത്തിൽ ഒരു 2-3 സംശയങ്ങൾ, കുഞ്ഞു സംശയങ്ങളാണ്. അപ്പോൾ ഞാൻ ഈ പറഞ്ഞ എന്റെ ബാക്ക്ഗ്രൗണ്ട് വെച്ചുകൊണ്ട് മറുപടി പറയരുത്, ഒരു സ്റ്റുഡന്റിനോട് പറയും പോലെ പറയണം. ഞാൻ ബേസിക്കലി ഒരു സ്റ്റുഡന്റാണ് ഈ വിഷയത്തിൽ. അപ്പോൾ ഒന്നാമത്തെ ചോദ്യം, ശ്രീനാരായണ ഗുരുദേവൻ സർവമത സമ്മേളനം നടത്തിയതിനു ശേഷമാണ് ഒരു ജാതി ഒരു മതം ഒരു ദൈവം എന്ന സങ്കല്പവും ജാതിഭേദം മതദ്വേഷമേതുമില്ല സർവരും സോദരത്തേനെ വാഴുന്ന മാതൃകാ സ്ഥാനമാണ് ഇതെന്നൊക്കെ പറഞ്ഞ് അതിന് ഗുരുദേവൻ വലിയ പ്രൊമോഷൻ കൊടുത്ത ആളാണ്. ആ ഗുരുദേവന്റെ ആ കാഴ്ചപ്പാട് നമ്മൾ പ്രചരിപ്പിക്കുന്നതാണോ നല്ലത്? സർവമത സമ്മേളനത്തിന്റെ 100ാം വാർഷികം നമ്മൾ ആഘോഷിക്കുന്നതാണോ നല്ലത്? ഒരു ഗുരുദേവൻ വരുമ്പോ ഗുരു പറയുന്നത്, ഞാൻ ആദ്യം പറയുന്ന കാര്യങ്ങൾ ഗാന്ധിജി പറഞ്ഞ പോലെ ഞാൻ ആദ്യം പറയുന്ന കാര്യങ്ങൾ പിന്നെ പറയുന്ന കാര്യങ്ങളുമായി ചിലപ്പോൾ മാച്ച് ചെയ്യണമെന്നില്ല. പിന്നെ പറയുന്ന കാര്യങ്ങൾ, അവസാനം പറയുന്ന കാര്യങ്ങൾ വേണം നിങ്ങൾ എടുത്തുകൊണ്ട് പോകാൻ. അല്ല, ആദ്യം പറയുന്നത് എന്റെ അപ്പോഴത്തെ അറിവ് വെച്ച് പറയുന്നു. അപ്പൊ ഗുരുദേവൻ സർവമത സമ്മേളനം നടത്തി, സമ്മതിച്ചു. അത് കഴിഞ്ഞ പക്ഷെ ഗുരുദേവൻ ഒരു ജാതി ഒരു മതം ഒരു ദൈവം എന്നുള്ള കുറെ കൂടി ഉയർന്ന തലങ്ങളിലേക്ക് ആത്മീയതയും ഭൗതികതയും എല്ലാം കൊണ്ടുപോകാൻ ശ്രമിച്ചിട്ടുണ്ട് മാനവരാശിക്ക് വേണ്ടി. അപ്പൊ തീർച്ചയായിട്ടും ഒരു സർവമത സമ്മേളനത്തിന്റെ 100ാം വാർഷികം ആഘോഷിക്കുന്നതിന് ഒരു ലോജിക് ഉണ്ടോ? ഗുരുവിനോട് നമ്മൾ നീതി പുലർത്തുന്നുണ്ടോ എന്ന ഒന്നാമത്തെ ഒരു ചോദ്യം. 3 ചോദ്യം ഞാൻ ചേർത്തങ്ങ് ചോദിക്കാം. രണ്ടാമത്തെ ചോദ്യം, അങ്ങ് പറഞ്ഞു പിന്നെ സന്യാസം എന്ന് പറയുന്നത് ഇങ്ങനെ എല്ലാവരും സന്യാസിയായാൽ പറ്റുമോ എന്നൊരു ചോദ്യം. അപ്പൊ അങ്ങനെയാണെങ്കിൽ നമ്മുടെ വേദ സംസ്കാരം അനുസരിച്ച് ബ്രഹ്മചര്യം, ഗാർഹസ്ഥ്യം കഴിഞ്ഞ് വാനപ്രസ്ഥത്തിലേക്ക് പോയി എല്ലാവരും വാനപ്രസ്ഥത്തിൽ നിന്ന് സന്യാസത്തിലേക്ക് പോകണം എന്നൊരു കൺസെപ്റ്റ് ഇല്ലയോ? രണ്ടാമത്തെ ചോദ്യം. മൂന്നാമത്തെ ചോദ്യം, ഈ ആത്മീയവാദം പറയുന്ന ആളുകൾ ഭൗതികവാദത്തിന് വിട്ടുമാറി മത്സ്യം കഴിക്കാൻ പാടില്ല, മാംസം കഴിക്കാൻ പാടില്ല, പിന്നെ ഒരുപാട് കാര്യങ്ങളിൽ വേറെ രൂപത്തിലേക്ക് പോകും. അപ്പൊ ആ തരത്തിലുള്ളൊരു 2 തരത്തിലുള്ള ജീവിത ശൈലി ആത്മീയ രംഗത്തുള്ളവർക്കും ഭൗതിക രംഗത്തുള്ളവർക്കും, അതായത് പൂർണ്ണമായി ഭൗതികവാദിയായി അല്ലെങ്കിൽ ആത്മീയ രംഗമൊന്നും ഒട്ടും ശ്രദ്ധിക്കാതെ ജീവിക്കുന്ന ഒരാളിന് അമ്പലത്തിൽ പോകുന്നില്ല, യോഗ ചെയ്യുന്നില്ല, ഒന്നും ചെയ്യുന്നില്ല, അങ്ങനെ ഒരു യുക്തിവാദിയൊന്നുമല്ല. പക്ഷെ എന്നാൽ അതിലൊന്നും ശ്രദ്ധിക്കാത്ത ഒരാളിന് പിന്നെ അയാളൊരു വിഭാഗം അതിൽ നിന്ന് ഒരു ആത്മീയമായി കൂടെ ചിന്തിക്കണമെങ്കിൽ ഉടനെ വെജിറ്റേറിയൻ ആവണം, അല്ലെങ്കിൽ മറ്റു രൂപത്തിൽ എല്ലാ രൂപത്തിലും ഒക്കെ ചില അടയാളങ്ങളൊക്കെ ഉണ്ടായാലേ പറ്റുള്ളൂ എന്നുണ്ടോ? ഈ 3 കുഞ്ഞു സംശയങ്ങളാണ്. ഇപ്പോ വേറെ കുറെ സംശയങ്ങളുണ്ട്, ചോദിക്കാൻ ഞാൻ നമ്പറൊക്കെ ഉണ്ടല്ലോ, അപ്പൊ ഞാൻ കോൺടാക്റ്റുകൾക്ക് ഇപ്പൊ ചായകൊള്ളാം. ഇപ്പൊ ഈ കുഞ്ഞു 3 സംശയങ്ങളാണ് ഉള്ളത്. നല്ല പേര് സുഭാഷ് ചന്ദ്രബോസ്, വളരെ റയറായിട്ട് കേരളത്തിൽ കാണുന്ന പേരാണ്. അതെ അതെ, അത് ആ ഒരു ലെവലിലുള്ള ക്വസ്റ്റ്യൻസും ആണ്. ഈ സ്പിരിച്വാലിറ്റി എന്ന് പറയുന്നത് നമ്മൾ പ്രാക്ടീസ് ചെയ്യേണ്ട കാര്യമൊന്നുമല്ല, അത് കർമ്മത്തിലൂടെ മുന്നോട്ട് പോകേണ്ട ഒരാളാണ്. പക്ഷേ അത് നമ്മളൊരു പാക്കറ്റിലിട്ടിട്ട് പിന്നൊരു സത്സംഗങ്ങളിലുകൊണ്ടാണ് നമ്മൾ പരിചയപ്പെട്ടത്. അപ്പം ഞാനൊക്കെ കാണുന്നത് എല്ലാ ആഘോഷങ്ങളും മനുഷ്യന്മാരെ അന്യോന്യം കാണാനും മീറ്റ് ചെയ്യാനും സംഘടിക്കാനും ഒക്കെ എന്തെങ്കിലും ഒരു കാരണം ഉണ്ടാവും. ആ കാരണമായിട്ട് മാത്രമേ ഈ എല്ലാ ഓർമ്മപ്പെടുത്തലുകളെയും ആഘോഷങ്ങളെയൊക്കെ ഞാൻ കാണാറുള്ളൂ. കാരണം അങ്ങനെ കുറെ സിറ്റുവേഷൻസ് ഉണ്ടാക്കുമ്പോഴാണ് നമ്മൾ അന്യോന്യം മുഖതാവിൽ കാണുകയും ആ ആവശ്യവുമായിട്ട് അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള ആൾക്കാരെ കണക്ട് ചെയ്യാൻ പറ്റുന്നത്. അപ്പോൾ ആലുവ സർവമത സമ്മേളനത്തില് നമ്മൾ അന്ന് നടന്ന സമ്മേളനത്തിനല്ല പ്രാധാന്യം, ഇന്നത്തെ കോണ്ടെക്സ്റ്റില് വ്യത്യസ്തമായ ആൾക്കാരുമായിട്ട് സംഘടിപ്പിക്കാൻ. ഇപ്പം ഡൽഹിയിൽ ഉണ്ടായിരുന്ന സമയത്ത് ബഹായി ഗ്രൂപ്പ്, ജെയിൻ ഗ്രൂപ്പ്, പിന്നെ ബുദ്ധിസ്റ്റുകള്, മുസ്ലിംസ്, ക്രിസ്ത്യൻസ്, അങ്ങനെ കുറെ വ്യത്യസ്തമായ ആൾക്കാരെ സംഘടിപ്പിക്കാനും നമ്മുടെ പഴയ പരിചയങ്ങളൊക്കെ കൂട്ടിച്ചേർക്കാനും കൂടുന്നതോടുകൂടി ശ്രീനാരായണ ഗുരു ഈ ഒരു കൺസെപ്റ്റ് കേരളത്തിൽ ഉണ്ടാക്കിയിരുന്നു എന്ന് ഡൽഹിയിലുള്ള മലയാളികളല്ല, വ്യത്യസ്ത സ്ഥലങ്ങളിലുള്ള വ്യത്യസ്ത ഭാഷ സംസാരിക്കുന്ന വ്യത്യസ്ത മതസ്ഥരെ നമുക്ക് അറിയിപ്പിക്കാൻ സാധിച്ചു എന്നുള്ളതാണ്. ഇത് ശ്രീനാരായണ ഗുരുവാണോ ആദ്യം പറഞ്ഞത് എന്നുള്ളതിനും കുറച്ച് കോൺട്രവേഴ്സികളൊക്കെ ഉണ്ട്. ഞാൻ അതിലേക്കൊന്നും കടക്കുന്നില്ല. കാരണം ഗുരുവിനെ കുറിച്ച് പല പ്രാവശ്യം ഞാൻ പ്രഭാഷണങ്ങൾ നടത്തുകയും ഡിസ്കഷൻസ് ഒക്കെ. ഡോക്ടർ ടി പി ഗുരു അല്ല പറഞ്ഞിട്ടുള്ളത്, അതിൽ എനിക്ക് കുറച്ച് റിസർച്ച് ഉണ്ട്. ഗുരു അല്ല ആദ്യം പറഞ്ഞിട്ടുള്ളത്, അതിന് മുമ്പേ വേറെ പലരും പറഞ്ഞിട്ടുണ്ട്. അതെ, പക്ഷെ അത് അദ്ദേഹം പറഞ്ഞു എന്നുള്ളത് കൊണ്ട് നമ്മളത് ഏറ്റെടുത്തത് കൊണ്ട് അത് കുറെ പേരിലേക്ക് നമുക്ക് എത്തിക്കാൻ സാധിച്ചു. അതുകൊണ്ട് നമ്മൾ കൺസെപ്റ്റിലാണ് പ്രാധാന്യം. ആ കൺസെപ്റ്റ് ബാക്കി ജനങ്ങളിലേക്ക് എത്തിക്കാൻ നമുക്ക് സാധിക്കുന്നു. അല്ലെങ്കിൽ അതിനൊരു കാരണമായിട്ട് നമ്മൾ ഗുരുദേവന്റെ ഒരു പ്രസ്ഥാനത്തെ നമ്മൾ ഉപയോഗിക്കുന്നുള്ളതാണ് ഒന്നാമത്തെ കാര്യം. അപ്പൊ അത് തെറ്റല്ല, അത് ഏത് പേരിലായാലും നമുക്ക് നടത്താൻ സാധിക്കുകയാണെങ്കിൽ നല്ലത് എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ്. അപ്പൊ അതിൽ എന്റെ കോൺട്രിബ്യൂഷൻ അല്ലെങ്കിൽ എന്റെ ഗുണം എന്താണെന്ന് വെച്ചാൽ നമുക്കൊരു സാഹചര്യം കിട്ടുന്നു, നമ്മുടെ ചിന്തകൾ നമുക്ക് പ്രകടിപ്പിക്കാൻ സാധിക്കുന്നു, കുറെ പേരെ കാണാൻ സാധിക്കുന്നു, അവരായിട്ട് കോൺടാക്ട് ചെയ്യാൻ സാധിക്കുന്നു,
അതിനുള്ള ഒരു വേദിയായിട്ടാണ് ഞാൻ കാണുന്നത്. രണ്ടാമത്, സ്പിരിച്വാലിറ്റി എന്ന് പറഞ്ഞ കർമ്മം തന്നെയാണ്. ആ കർമ്മം ചെയ്യുന്ന സമയത്ത് നമ്മൾ പൂർണ്ണമായിട്ടും നമ്മൾ ചെയ്യുകയാണെങ്കിൽ അത് ഹൈലി സ്പിരിച്വൽ ആണ്. അതല്ലാതെ ക്ഷേത്രങ്ങളാണ് അല്ലെങ്കിൽ ഭക്തിയാണ്, അമ്പലത്തിൽ പോലാണ്, തൊഴലാണ് എന്നുള്ള ധാരണ ഒരിക്കലും എനിക്കുണ്ടായിട്ടില്ല. ഞാനത് പ്രചരിപ്പിക്കാറുമില്ല. അടുത്ത കാലത്ത് ഡൽഹിയിൽ പോയ സമയത്ത് ഒരു പ്രഭാഷണത്തിൽ ഈ സംക്രമത്തിന്റെ പ്രഭാഷണമായിരുന്നു. അപ്പൊ ആ സമയത്ത് എന്നോട് അതിന്റെ തലേ ദിവസം ലോഹറി ഡാൻസും പരിപാടികളൊക്കെ ആയിരുന്നു 12 മണി വരെയൊക്കെ. അത് സ്കൂളുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളൊരു കലാപരിപാടി പോലെ ചെയ്തിട്ടുള്ളതാണ്. അത് കഴിഞ്ഞ് പിറ്റേ ദിവസം പ്രഭാഷണത്തിനെത്തിയ സമയത്ത് ആൾക്കാർ എന്നോട് ഭക്തിയെ കുറിച്ചാണ് ചോദിച്ചത്. ഞാൻ പറഞ്ഞു, എനിക്ക് ഭക്തി ഇല്ല. വിശ്വാസം, ഭക്തി എന്നൊക്കെ പറയുന്നത് നമ്മൾ തുടങ്ങുന്ന LKG ആണ്. അവിടെ നിന്നും നമ്മൾ അറിവിലേക്ക് എത്തുമ്പോഴാണ്, ഒരു PGയിലേക്ക് എത്തുമ്പോഴാണ് സ്പിരിച്വാലിറ്റി ആവുന്നത്. അപ്പോൾ നമുക്ക് ഭക്തി വേണം തുടക്കത്തിൽ, പക്ഷെ അത് വളർന്ന് സ്പിരിച്വാലിറ്റിയിലേക്ക് എത്തണമെങ്കിൽ കുറെ കാലമെടുക്കും. വ്യത്യസ്തമായ അറിവുകൾ വ്യത്യസ്തമായ ആൾക്കാരിൽ നിന്നും നേടാൻ സാധിക്കണം. അതാണ് സനാതനധർമ്മത്തിന്റെ പ്രാധാന്യം. സനാതനധർമ്മത്തിന്റെ പ്രാധാന്യം എന്ന് പറഞ്ഞാൽ, എനിക്ക് ബാക്കി ജനങ്ങൾക്ക് വേണ്ടി എന്തൊക്കെ ചെയ്യാൻ സാധിക്കുമോ അതൊക്കെ ചെയ്ത് ജീവിക്കുമ്പോൾ എന്നിലുണ്ടാവുന്ന ഒരു ആത്മീയതയാണ്, ഞാൻ എൻ്റെ ഉള്ളിലിരിക്കുന്ന ആത്മാവാണ് എൻ്റെ ചുറ്റുമിരിക്കുന്നവർ എന്ന് അറിയുമ്പോഴുള്ള ആ ഒരു ദൈവികതയാണ്, ആ ഒരു തോന്നലാണ്, ആ ഒരു എനർജിയാണ്, ആ ഒരു കോൺഷ്യസ്നെസ് ആണ് എന്നെ സ്പിരിച്വൽ ആക്കുന്നത്. അത് ഭക്തിയിലൂടെ വേണമെന്ന് ചോദിച്ചാൽ ഭക്തിയിലൂടെ വേണം, നിർബന്ധമൊന്നുമില്ല. ഭക്ഷണം കഴിക്കുന്നതും സ്പിരിച്വാലിറ്റിയും തമ്മിലുള്ള മൂന്നാമത്തെ ചോദ്യം അതായിരുന്നു. ഒരു ബന്ധവുമില്ല. നല്ലപോലെ ഇപ്പം നമ്മൾ ടിബറ്റിൽ യാത്ര ചെയ്തിട്ടുണ്ട്. ഞാൻ കൈലാസത്തിൽ പോയിട്ടുള്ള ആളാണ്. കൈലാസത്തിൽ പോകുന്ന സമയത്ത് അവിടെയുള്ള ഇപ്പം നമ്മൾ ഏറ്റവും കൂടുതൽ ഭഗവാന്മാരുണ്ടായിരുന്നു, ജീവിച്ചിരുന്നു പറഞ്ഞ സ്ഥലം കൈലാസമാണ്. നമ്മൾ ഇന്ത്യ കടന്ന് കൈലാസത്തിലേക്ക് പോകുന്ന സമയത്ത് അവിടെ ജീവിക്കുന്ന എല്ലാവരും ആകെ കഴിക്കുന്നത് യാക്ക് എന്ന് പറയുന്ന ജീവിയുടെ മീറ്റാണ്. അവർ കുടിക്കുന്ന യാക്കിന്റെ പാലാണ്. അവർ ഉടുക്കുന്നത് യാക്കിന്റെ തൊലിയാണ്. അവർക്ക് ക്ലോത്ത് ഇല്ല, ഡ്രസ്സില്ല, പിന്നെ ടെക്സ്റ്റൈൽസ് ഒന്നുമില്ല. അവർക്ക് ഒന്നും അറിയാത്തൊരു ആൾക്കാരാണ്. പക്ഷെ അവരവിടെ ജീവിക്കുന്നു. ഏത് ലോകത്താണ് ജീവിക്കുന്നവര്? അവർ ജീവിക്കുന്നത് നമ്മൾ ഗോഡ്സ് ഓൺ കൺട്രി എന്ന് പറയുന്ന, അല്ലെങ്കിൽ ഗോഡ്സ് ഓൺ വാലി എന്ന് പറയുന്ന യഥാർത്ഥ ഭഗവാന്മാര് ജീവിച്ചിരുന്നു എന്ന് പറയുന്ന കൈലാസത്തിന്റെ പാർശ്വത്തിലാണ് ജീവിക്കുന്നത്. അപ്പൊ അവര് സ്പിരിച്വൽ ആണ്. നമ്മൾ കഴിക്കുന്ന ഭക്ഷണവുമായിട്ടൊരു ബന്ധമില്ല. നമുക്ക് എന്താണ് ഓരോ ജീവിതശൈലി ഓരോ കാലത്തുള്ളത്, നമ്മൾ വിചാരിക്കുന്നത് സാത്വിക, രാജസിക, താമസിക ലെവലില് വ്യത്യസ്തമായിട്ടുള്ള സ്വഭാവങ്ങൾ ഉണ്ടാവും എന്നൊക്കെ പറയുന്ന സമയത്ത് അത് എൻ്റെ DNA എങ്ങനെയാണോ ഇംപ്രിന്റ് ചെയ്തിരിക്കുന്നത് അതാണ് എൻ്റെ ബേസിക്. രാവണൻ ഏറ്റവും നല്ല സ്പിരിച്വൽ ആയിട്ടുള്ള മനുഷ്യനായിരുന്നു. അദ്ദേഹം രാക്ഷസൻ ആയിരുന്നു. നല്ലപോലെ മീറ്റ് കഴിക്കുന്നുണ്ടായിട്ടുണ്ടാവും എന്ന് വെച്ചിട്ട് അദ്ദേഹത്തിന് സ്പിരിച്വാലിറ്റി ഇല്ല എന്ന് പറയാൻ പറ്റുമോ? അങ്ങനെയാണെങ്കിൽ ശിവൻ അദ്ദേഹത്തെ റെക്കഗ്നൈസ് ചെയ്യുമോ? നല്ല ശിഷ്യനായിട്ട് ഉണ്ടാവില്ല. പിന്നെ ഇതുപോലെ തന്നെ നമ്മുടെ കർമ്മങ്ങൾ ചെയ്യുന്ന സമയത്ത് നമ്മൾ ചെയ്യാനുള്ള കർമ്മങ്ങൾ കൃത്യമായിട്ട് ചെയ്യുകയാണെങ്കിൽ ആ ചെയ്യുന്ന സമയത്ത് നമുക്ക് കിട്ടുന്ന സെൽഫ് സാറ്റിസ്ഫാക്ഷൻ ആണ് നമ്മൾ പറയുന്ന സ്വർഗം അല്ലെങ്കിൽ ബ്ലിസ് എന്ന് പറയുന്നത്. അത് ഉണ്ടാക്കിയെടുക്കുകയാണ് നമ്മുടെ ലക്ഷ്യം. അത് ഉണ്ടാക്കണമെങ്കിൽ മൂന്നാമത്തെ ചോദ്യത്തിൽ ബേസിക് ആയിട്ടുള്ള അതായിരുന്നു. നമ്മൾ ജീവിതത്തിൽ ബ്രഹ്മചര്യം എന്ന് പറഞ്ഞാൽ പഠിക്കുന്ന അവസ്ഥ. അത് ഏത് വയസ്സിലും ബ്രഹ്മചാരിയാവാം. പഠിക്കാനുള്ള കഴിവിനെയാണ് ബ്രഹ്മചാരി എന്ന് പറയാം. ബ്രഹ്മം എന്ന് പറഞ്ഞാൽ എൻ്റെ അറിയാനുള്ള ക്വസ്റ്റ്, ആഗ്രഹം, അതാണ് ബ്രഹ്മചാരി. ബാച്ചുലർ, അതുകൊണ്ടാണ് BTech, BA, BSc എന്നൊക്കെ ഡിഗ്രി കൊടുക്കുന്നത്. ആ ബാച്ചുലർഷിപ്പാണ് ബ്രഹ്മചര്യം. അറിയാനുള്ള ആഗ്രഹങ്ങൾ ഉണ്ടാവുക, ഒരു വിഷയത്തിൽ കുറെ കോൺസെൻട്രേറ്റ് ചെയ്ത് പഠിക്കാൻ സാധിക്കുക. ആ ബ്രഹ്മചര്യം കഴിഞ്ഞാൽ, വിദ്യാഭ്യാസം കഴിഞ്ഞാൽ എൻ്റെ കുടുംബം ഉണ്ടാവുന്ന സമയത്ത് ഞാൻ കുറെ ധനശേഖരണാർത്ഥം ജോലി ചെയ്യുകയും വ്യവസായം ചെയ്യുകയും ഒക്കെ ചെയ്ത് ലോകത്തിന്റെ ഡെവലപ്മെന്റിന്റെ ഭാഗമാവും. അതാണ് ഗാർഹസ്ഥ്യം. ഗൃഹസ്ഥന്മാരാണ് ഡെവലപ്മെന്റ് ഉണ്ടാക്കിയിട്ടുള്ളത്. അത് കഴിയുന്ന സമയത്ത് നമ്മളൊരു 10-60 വയസ്സൊക്കെ ആയി, ചിലപ്പോൾ 50 വയസ്സിലോ 40 വയസ്സിലോ ഒക്കെ വരാം. ആ സമയത്താണ് നമുക്ക് തോന്നുക ഇനി എൻ്റെ റെസ്പോൺസിബിലിറ്റി കഴിഞ്ഞു, എൻ്റെ മക്കളാണ് എൻ്റെ കുടുംബം നടത്തേണ്ടത്, മക്കളാണ് ഡെവലപ്മെന്റ് നടത്തേണ്ടത്, മക്കളാണ് വ്യവസായം നടത്തേണ്ടത്. ലെറ്റ് മീ റിട്ടയർ ആൻഡ് സ്റ്റേ അറ്റ് ഹോം. വീട്ടിൽ തന്നെ ഇരിക്കാം. ആരെങ്കിലും വിളിച്ചാൽ അവരെ സഹായിക്കാം, അഡ്വൈസ് ചെയ്യാം. അഡ്വൈസറി ബോർഡ്, റിട്ടയർമെന്റിന് ശേഷം അഡ്വൈസറി ബോർഡിലൊക്കെ പോകുമല്ലോ. എമിററ്റസ് പ്രൊഫസർ, ഞാനിപ്പോൾ പ്രൊഫസർ ഓഫ് പ്രാക്ടീസസ് ആണ് ICFA എന്ന് പറയുന്ന യൂണിവേഴ്സിറ്റിയുടെ. ആ ലെവലിൽ ഇരിക്കുന്നതാണ് നമ്മുടെ വാനപ്രസ്ഥം എന്ന് പറയുന്നത്. വാനപ്രസ്ഥം കാട്ടിൽ പോലല്ല, വാനം, ആകാശം എന്നാണ്. ഞാൻ വാനം ഡിപ്പാർട്ട്മെന്റ് എന്നാണ്, ഗം ഡിപ്പാർട്ട്മെന്റ്, ആകാശത്ത് നിന്നാണ്. അപ്പോൾ വാനപ്രസ്ഥം എന്ന് പറയുന്നത് ഒരു കാര്യങ്ങളിലും ഇൻവോൾവ് ചെയ്യാതെ സമൂഹത്തിൽ ജീവിക്കുക. അത്യാവശ്യം ആരെങ്കിലും വന്ന് ചോദിച്ചാൽ അതിന് ഉത്തരം പറയാം.
അത് കഴിഞ്ഞിട്ടാണ് സന്യാസം. അത്തരം സന്യാസിമാര് ഹൈലി എക്സ്പീരിയൻസ്ഡ് ആയിട്ട് സോഷ്യൽ കമ്മിറ്റ്മെന്റോട് കൂടിയുള്ളവരാണ് രാജാക്കന്മാരുടെയൊക്കെ അഡ്വൈസറി ബോർഡിൽ ഉണ്ടായിരുന്നത്. അപ്പൊ അവർക്കും ലോകത്തിന് ഉപകാരപ്രദമാകുന്ന പല കാര്യങ്ങളും സജസ്റ്റ് ചെയ്യാവുന്ന ഒരു പൊസിഷൻ കൊടുത്തിട്ടുണ്ടായിരുന്നു ഭാരതീയ ശാസ്ത്രത്തിന്. അതുകൊണ്ട് നമ്മുടെ ഇന്ന് നമ്മൾ തോന്നുന്ന ബാച്ചിലർ എന്ന് പറയുന്ന ബ്രഹ്മചാരി, വിവാഹം കഴിക്കാത്ത ആള്, അത് കഴിഞ്ഞ കുടുംബം വിവാഹം കഴിക്കുക, ആ കൺസെപ്റ്റിലല്ല നമ്മുടെ 4 വ്യത്യസ്തമായിട്ടുള്ള ജീവിത ഘട്ടങ്ങളെ ഭാരതീയ സനാതന ധർമ്മം കണ്ടിരുന്നത്. ഇതാണ് എനിക്ക് മിനിമം ആയിട്ട് പറയാൻ പറ്റുന്ന ഒരു സംഭവം. ശാന്തി മന്ത്രം നമുക്ക് ചൊല്ലാം. അതിനെക്കാട്ട് മുമ്പായിട്ട് നമ്മുടെ ഈ ഒരു പരിപാടിയിൽ നമ്മോടൊപ്പം ഇത്രയും 2 മണിക്കൂർ നേരം സാറിന്റെ ഇത്രയും ബിസി ഷെഡ്യൂളിന്റെ ഭാഗമായിട്ടുള്ള സമയത്ത് ഡോക്ടർ TPS നമ്മുടെ കൂടെ ചെലവഴിച്ചത് വലിയൊരു ഭാഗ്യമായിട്ട് കണക്കാക്കുന്നുണ്ട്. നമ്മുടെ തന്നെ ഒരു കുടുംബത്തിലൊരു അംഗം നമ്മുടെ കൂടെ വന്ന് നമുക്ക് വേണ്ടി അദ്ദേഹത്തിന്റെ എക്സ്പീരിയൻസ് ഷെയർ ചെയ്തു തന്നു എന്നുള്ളതാണ് വലിയൊരു ഭാഗ്യമായിട്ട് കണക്കാക്കുന്നത്. പിന്നെ ഇദ്ദേഹത്തെ പോലുള്ള അദ്ദേഹത്തിന്റെ വീഡിയോസ് നമ്മൾ ഒരുപാട് കണ്ടു. അപ്പൊ കണ്ട സമയത്ത് സാറിന് എങ്ങനെയുള്ള അദ്ദേഹത്തെ ഒന്ന് കോണ്ടാക്ട് ചെയ്യാനും എന്നാൽ അത് അദ്ദേഹത്തിന്റെ ഒരു ഇത്തിരിയുള്ള ഒരു സമയത്ത് അദ്ദേഹത്തിന് അത് തരാനും നമുക്ക് വേണ്ടി അത് ഒരു കാര്യം പറഞ്ഞത് കൃത്യമായി തന്നെ ആ സമയത്തിനുള്ളിൽ നമ്മളെ പരിപാടിയിൽ വന്ന് ജോയിൻ ചെയ്യാനും ഒക്കെ കാണിച്ച ആ വലിയ മനസ്സിന്, ആ ഒരു സന്നദ്ധതയ്ക്ക് സാറിന് എല്ലാവിധ നന്ദിയും അറിയിച്ചു കൊള്ളുന്നു. ശ്രീരാമകൃഷ്ണ ഭക്തസംഘം കണ്ണൂരിന്റെ പേരിലും വ്യക്തിപരമായിട്ടുള്ള പേരിലും എല്ലാവരുടെ പേരിലുള്ള നന്ദി അറിയിക്കുകയാണ് സാർ. അപ്പോ ഈ ഭഗവാന്റെ ഈ ഒരു സത്സംഗത്തില് ഞാൻ പറഞ്ഞല്ലോ, ഇത് നമ്മളായിട്ട് നടത്തുന്നതാണെന്നുള്ളൊരു ഭാവമില്ല. എന്തോ ഇങ്ങനെ നടന്നു പോവുകയാണ്, ഈശ്വരീയമായിട്ടൊരു കാര്യമായിട്ട് കണക്കാക്കി നടന്നു പോവുകയാണ്. അപ്പൊ ആ ഒരു ചടങ്ങില് എത്തിച്ചേരാൻ പറ്റിയത് മുമ്പ് TPS അദ്ദേഹം പറഞ്ഞതുപോലെ ഇതൊക്കെ ഒരു നിമിത്തമാണ്. ഇങ്ങനെ പരിചയപ്പെടുന്നതും ഒരേ ഫ്രീക്വൻസിയിൽ പോകുന്ന ആ ഒരു ആളുകളൊക്കെ ഒരേ രീതിയിൽ വന്ന് ഭവിക്കുകയാണ് സംഭവിക്കുന്നത്. അതിന്റെ ഭാഗ്യം സിദ്ധിച്ചു തന്നെ നമ്മൾ എല്ലാവരും ഭഗവാനോട് നന്ദി പറയണം. എല്ലാവർക്കും ഈ സത്സംഗത്തിൽ പങ്കെടുത്ത എല്ലാവർക്കും നന്ദി. നമുക്ക് ഒരു ശാന്തി മന്ത്രത്തോട് കൂടിയിട്ട് നമുക്ക് ഈ ഒരു സത്സംഗം പൂർണ്ണമാക്കാം. സ്വസ്തി പ്രജാഭ്യാം പരിപാലയന്താം ന്യായേന മാർഗേണ മഹിം മഹീഷഃ ഗോബ്രാഹ്മണേഭ്യഃ ശുഭമസ്തു നിത്യം ലോകാഃ സമസ്താഃ സുഖിനോ ഭവന്തു. ഓം ശാന്തി ശാന്തി ശാന്തി.